ഡിയർ ഫ്രണ്ട്സ്, പ്രാക്ടിക്കൽ കെമിസ്ട്രി എക്സ്പെരിമെൻറ്റ് നമുക്കൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് ഇന്ന് ഞാനൊരു മൈക്രോ സ്കെയിൽ കിറ്റ് വാങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഗോൾഡൻ സ്പാങ്കിൾ ടെസ്റ്റ് ചെയ്തതിൻ്റെ ബുദ്ധിമുട്ട് കുറച്ചൊന്നുമല്ല നേരിട്ടത്. ഇപ്പം നമുക്ക് റിയലായിട്ട് ടെസ്റ്റുകൾ ചെയ്ത് നോക്കാം. അത്യാവശ്യം വേണ്ടുന്ന കെമിക്കൽസിൻ്റെ ചെറിയ പാക്കിംഗ് ആണ്. അതൊന്ന് നോക്കാം നമുക്ക്. ഓരോ കെമിക്കൽസായിട്ട് പുറത്തെടുത്തു. വൈറ്റ് ബോട്ടിൽ, ആംബർ കളേർഡ് ഗ്ലാസ് ബോട്ടിൽ, അതുപോലെ തന്നെ ബ്ലാക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ, ഇങ്ങനെയായിരുന്നു അതിൻ്റെ പാക്കിംഗ്. എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു. ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, അസറ്റിക് ആസിഡ്, പിന്നെ അനലിറ്റിക്കൽ റിയേജൻസ് ആയിട്ടുള്ള ഓക്സാലിക് ആസിഡ്, മോഡ് സോൾട്ട് തുടങ്ങിയവയെല്ലാം ഒരു സെറ്റിൽ വെച്ചു. പിന്നെ ചില സ്പെഷ്യൽ സോൾവെൻറ്റ്സ് ഉണ്ടായിരുന്നു, അതും അറേഞ്ച് ചെയ്തു. സിൽവർ നൈട്രേറ്റ് ആംബർ കളേർഡ് ബോട്ടിലാണ്. പിന്നെ ടൈട്രേഷന് വേണ്ട ഫിനോഫ്തലിൻ, മീഥൈൽ ഓറഞ്ച് ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ നെസ്ലെസ് റീജൻ്റ് അങ്ങനെ തന്നെ വാങ്ങാൻ കിട്ടി, അതും അറേഞ്ച് ചെയ്തു. പിന്നീട് സോൾട്ട് ആൻഡ് ആഡ്സിന് വേണ്ട അമോണിയം സോൾട്ടുകൾ ഏകദേശം ഒരു ആൽഫബറ്റിക് ഓർഡറിൽ: ബേരിയം ക്ലോറൈഡ്, ദെൻ കാൽസ്യം കാർബണേറ്റ്, ദെൻ കൊബാൾട്ട്, കോപ്പർ, ഫെറസ്, ലെഡ്, മാംഗനീസ്, സിങ്ക്, പൊട്ടാസ്യം അയഡൈഡ്, പിന്നെ യൂറിയയും അതുപോലെ തന്നെ സിങ്കും ആൽഫബറ്റിക് ഓർഡറിൽ അതും അറേഞ്ച് ചെയ്തു. അങ്ങനെ ഇത്രയും കെമിക്കൽസാണ്. അത് ഏറ്റവും ചെറിയ പാക്കിലാണ് കിട്ടിയത്, അത്യാവശ്യം റിയാക്ഷൻസ് ചെയ്യാനുള്ള അളവിൽ. ഇത് മാത്രം പോരല്ലോ, ഇനി നമുക്ക് അത്യാവശ്യം ചില ഗ്ലാസ് വെയർസും കൂടെ നോക്കാം. ഫിൽറ്റർ പേപ്പർ 100 സർക്കിൾസ് ഉണ്ട്, ട്യൂബ് സ്റ്റാൻഡ്, 2 വാച്ച് ഗ്ലാസ്, പിന്നെ 2 ഗ്ലാസ് റോഡുകൾ, 2 ഗ്ലാസ് ട്യൂബുകൾ. ഇത്രയും കൊണ്ട് അത്യാവശ്യം നമുക്ക് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി കെംബിറ്റ്സ് ചാനലിലൂടെ നമുക്ക് പല ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻസും ഇനി വരുന്ന വീഡിയോയിൽ കാണാം. ഓക്കെ, അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.